അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഒരു ബ്രെഡ് തയ്യാറാക്കിയിട്ടോ. ആൽമണ്ട് ഫ്ലോർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബ്രെഡ് തയ്യാറാക്കിയത്. ഡയറ്റിൽ വന്നിട്ട് ഇപ്പം 2 വർഷവും 2-3 മാസവും കഴിഞ്ഞു. എന്നാൽ ആദ്യമായിട്ട് ഈ ഒരു സമയത്താണ് ബ്രെഡ് തയ്യാറാക്കി നോക്കുന്നത്. ആദ്യമൊക്കെ ഇതൊരു ആഡംബര റെസിപ്പിയാണെന്ന് അങ്ങനെ വെച്ചിട്ടാണ് തയ്യാറാക്കാതിരുന്നത്. പിന്നെ ഗ്രൂപ്പിലൊക്കെ ധാരാളം പേര് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാനതിലേക്ക് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഒക്കെ പറയാം. ബ്രെഡ് അല്ലെങ്കിൽ ബേക്കിങ്ങിൻ്റെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് എടുത്തിട്ടുള്ള അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തെറ്റിപ്പോവരുത്. അത് തെറ്റിപ്പോയാൽ നമ്മളുടെ റിസൾട്ട് ബാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓവനുള്ളവർക്ക് ഓവനിലും, ഇനിയിപ്പോൾ ഒരു ഇഡ്ഡലി തട്ടാണെങ്കിൽ അതിൽ നമുക്ക് ആവിക്ക് വേവിച്ചിട്ടും ബ്രെഡ് തയ്യാറാക്കാം. ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ 1-2 ആഴ്ച ഇരിക്കും. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസമൊക്കെ നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഓവൻ ഇവിടെ ഒരു 15 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ബേക്കിങ്ങിൽ ആദ്യം നമുക്ക് അത് വേവിക്കാനുള്ള പാത്രം റെഡിയാക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ ബട്ടർ തടവിയിട്ട് ഞാൻ ബ്രെഡ് വേവിക്കാനുള്ള ലോഫ് പാനിലേക്ക് പാകത്തിന് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡ് കോർണർ ഒന്ന് കത്രിക വെച്ച് മുറിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ തൽക്കാലം മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിവിടെ 1.5 കപ്പ് ആൽമണ്ട് ഫ്ലോറാണ് വേണ്ടത്. അപ്പോൾ അത് കണക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറഗാനോയോ ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഓണിയൻ പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു എഗ്ഗി മണം ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാൻ ഇതുപോലെ ആദ്യം ചെറിയൊരു ബൗളിലേക്ക് എടുത്താൽ മതി കേട്ടോ. മുട്ട നടുക പൊട്ടിച്ചിട്ട് ആദ്യം നമ്മൾ ഉണ്ണിയെ ഒരു ഭാഗത്താക്കിയിട്ട് ഉള്ള വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ പിന്നെ മഞ്ഞക്കരു പതുക്കെ അടുത്ത ഭാഗം മുട്ടത്തോടിലേക്ക് മാറ്റണം. അപ്പോൾ ആ ഒരു കഷ്ണത്തിൽ മുട്ടത്തോടിൽ ഉണ്ണി ഫില്ലാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ണി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എഗ് വൈറ്റ് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഓരോ മുട്ട പൊട്ടിക്കുമ്പോഴും ഒരു ചെറിയൊരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണി കലങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഓരോന്നും പൊട്ടിച്ചൊഴിച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 75 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 സ്പൂൺ, അതായത് 40 ഗ്രാം ബട്ടറും പിന്നെ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യം. ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു 75 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എഗ് വൈറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ബീറ്റർ വെച്ചിട്ട് നമുക്ക് ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതുക്കെ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ സ്പീഡ് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുവിധം നല്ല ഫോമായി വന്നതിന് ശേഷം ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു സ്റ്റിഫ് ഫോമാക്കി എടുക്കാം. മുട്ട പതഞ്ഞോന്ന് ഇങ്ങനെ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു കോർണറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡിയായി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ വലിയ പാത്രം എടുത്തിട്ട് ഒന്ന് ചെരിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ പൊട്ടി വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാകമായി. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബോൾ എടുക്കാം. മുട്ടയുടെ മഞ്ഞയും ബട്ടറും ഒരു വലിയ ബോളിൽ ആദ്യം മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. അതിൻ്റെ അടുത്തൊരു ഫോൾട്ട് പറ്റിയതാണ്.
എഗ് യോക്കിലേക്ക് ആൽമണ്ട് ഫ്ലോറും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതായത് ഉപ്പും ആൽമണ്ട് ഫ്ലോറും പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് അത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആൽമണ്ട് ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കട്ടിക്കുള്ളൊരു കുഴച്ച മാവ് പോലെ ഉണ്ടാവും കേട്ടോ. സാരമില്ല, നമുക്ക് മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനൊരു 1/3 ഭാഗം ഇതിലേക്ക് തട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം 2 ഭാഗത്തേക്ക് ഇട്ട് ഇളക്കാതെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് നല്ലത്. ഇനി അടുത്ത ഭാഗം ഇടാം. ഇതേപോലെ 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ച എഗ് ലോഫ് ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ചതുരത്തിലുള്ള പാത്രം എടുത്തിട്ട് നമുക്കതിലിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയായല്ലോ, അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ബട്ടർ തടവിയെടുക്കുകയാണ് കേട്ടോ. ഇതൊരു സെറാമിക്കിൻ്റെ ബൗളായതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ വേറൊന്നും പേപ്പറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പൊതുവേ ഗ്ലാസിൻ്റെ സെറാമിക്കിൻ്റെ ഇതിലൊക്കെ അധികം ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എന്തായാലും എഗ് ലോഫ് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് ഓവൻ്റെ നടുക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓവൻ അടച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 25 മിനിറ്റാണ് ഇത് വേവാനായിട്ട് വേണ്ടത്. 25 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം. ഇനി സെറാമിക്കിൻ്റെ ഒരു ബൗളുണ്ടായിരുന്നല്ലോ, അതുള്ളത് ഞാൻ ആവിക്ക് വേവിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. മിനിറ്റ് കൂടി കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സ്ക്യൂർ എടുത്തിട്ട് അതിലൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ചെറിയൊരു വണ്ണം കുറഞ്ഞ കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കാം. ഉള്ളു വെന്തിക്കണമെങ്കിൽ ഈ ഒരു കൊള്ളി ക്ലിയർ ആയിരിക്കും. അതല്ല ഉള്ളിൽ വേവാത്ത മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിയ ടൂത്ത് പിക്കിലുണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേവായപ്പം പുറത്തെടുത്ത് വെച്ചു. ഇനി ചൂടാറിയതിന് ശേഷം മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആവിക്ക് വേവാൻ വേണ്ടി വെച്ചതൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കി, നല്ല കൊള്ളിയൊക്കെ നല്ല ക്ലിയറാണ്, മാവൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ അതാ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു സെറാമിക്കിൻ്റെ ബോളിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോളിലൊന്നും അധികം ഒട്ടിപ്പിടിക്കില്ല എന്ന്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. ചൂടാറിയപ്പം ഇതിൻ്റെ ആ മുകളിലേക്ക് വണ്ണം വെച്ച് വന്നതൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് കേട്ടോ. ആവിക്ക് വേവിച്ചതും പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുമെങ്കിലും താഴ്ഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. എന്തായാലും ഞാൻ ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ ഇനി ഓവനില്ലാന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ഇടിച്ചെമ്പിൽ ആവിക്കൊക്കെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് നോക്കട്ടെ. മാക്സിമം ഒരു 3-4 കഷ്ണം വരെ നമുക്ക് ഇതിൽ മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡ് മുറിച്ച് നോക്കുകയാണ്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബ്രെഡ് പോലെയൊക്കെ തന്നെ, നമ്മൾ സാധാരണ കേക്കൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്മെല്ലിൽ കുറച്ചൊരു മുട്ടയുടെ മണം മുന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഫ്ലേവറിന് വാനില എസൻസോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മണം ഒന്ന് മാറിക്കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തില്ലേ, ആൽമണ്ട് പൊടി മിക്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഓണിയൻ പൗഡറോ ജിഞ്ചർ പൗഡറോ ഗാർലിക് പൗഡറോ ഇനിയിപ്പം ഒറഗാനയോ പാർസ്ലിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറായിരിക്കും നമുക്ക് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഇനിയൊരു ബ്രെഡ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം.
അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡ്, ചീസ് ബ്രെഡൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കി നോക്കുന്ന റെസിപ്പികളാണല്ലോ. അതൊക്കെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.